Praise be to God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank God for this opportunity which He has given unto us to be in His presence this morning time. ഇന്ന് പ്രഭാതത്തെ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We've been meditating from the book of Luke for the past many months now. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. And we'll continue our study from that book and we'll turn to Luke chapter 12. ആ ഭാഗത്ത് തന്നെ നമ്മുടെ ഇന്നത്തെയും ചിന്ത നമ്മൾ ആ ഭാഗത്ത് നിന്നായിരിക്കും 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. हम लूका रचित सुसमाचार उसके 12वें अध्याय की ओर बढ़ेंगे और पहले पद से हम आगे बढ़ेंगे. ആദ്യത്തെ വാക്യം തൊട്ട് നമ്മൾ മുന്നോട്ട് നോക്കുന്നതായിരിക്കും. For our initial part we'll just read the first 4 verses. पहले 4 पदों को हम पढ़ेंगे. ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നു. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. മൂടിവെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. And we see here in verse 4, the Lord Jesus Christ says to them, and I say unto you, my friends. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് എൻ്റെ സ്നേഹിതന്മാർ. And this is the title of our message today as well, Christ our friend. ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ. हम ये कह सकते हैं कि मसीह हमारा मित्र है. കർത്താവ് നമ്മുടെ സ്നേഹിതൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. Because he has called us friends. എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. So what does when two people are friends, जब दो लोग मित्र होते हैं तो वो क्या करते हैं? രണ്ടുപേർ സ്നേഹിതന്മാരാകുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? We will look at that today. When we call Christ our friend, when Christ calls us friend, what does that really mean? നമ്മൾ കർത്താവിനെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു, കർത്താവ് നമ്മളെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു. അതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? There is a difference between how the Lord Jesus Christ spoke to those around him, in general the multitude, and how Christ spoke to his disciples. കർത്താവ് തനിക്ക് ചുറ്റും കടന്നു വന്ന പുരുഷാരത്തോട് സംസാരിച്ചതും എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് എങ്ങനെ സംസാരിച്ചു എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. And this difference is very important. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. मसीह दूसरे लोगों के साथ, अपने चेलों के साथ कैसे बात करते थे, हम ये पहले पद में देखते हैं. തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് കർത്താവ് എങ്ങനെയാണ് സംസാരിച്ചത് എന്നുള്ള ആദ്യത്തെ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയും. In verse 1 we see that there was an innumerable multitude of people around him. അവിടെ അനേക പുരുഷാരം തനിക്ക് ചുറ്റുമായിട്ട് തിങ്ങിക്കൂടി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. But what was the Lord doing? He was speaking, as we read here, he began to say unto his disciples first of all. എന്നാൽ അവർ ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു തുടങ്ങിയത് എന്നാണ് നമ്മളവിടെ കാണുന്നത്. So the speaking, what the Lord speaks, जो प्रभु कह रहे हैं, who he speaks to is very important. കർത്താവ് സംസാരിക്കുമ്പോൾ അവൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. The word of the Lord Jesus Christ, प्रभु यीशु मसीह की बातें इस पूरे संसार में गई हैं. It has gone into this whole world. കർത്താവിന്റെ വാക്കുകൾ ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ചെന്നിട്ടുണ്ട്. But not everyone is a disciple of Christ. Not everyone is a friend of Christ. എന്നാൽ എല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നില്ല, എല്ലാവരും അവന്റെ സ്നേഹിതരായില്ല. How do you become a friend of Christ? നാം കർത്താവിന്റെ സ്നേഹിതൻ എങ്ങനെയാണ് ആയിത്തീരുന്നത്? मसीह के मित्र हम कैसे बनते हैं? हम इसे यूहन्ना रचित सुसमाचार 15वें अध्याय में देते हैं. We see this in John 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. We will turn to John chapter 15. 15-ാം അധ്യായം. And we will read verse 15 for right now. Verse 15 and verse 16. 15-16 വാക്യങ്ങൾ നമ്മൾ അവിടുന്ന് വായിക്കുന്നു. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. So who are the friends of Christ? കർത്താവിൻ്റെ സ്നേഹിതന്മാർ അതുകൊണ്ട് ആരാണ്? प्रभु यीशु मसीह के मित्र वही हैं जिनको प्रभु ने बुलाया है.
കർത്താവിന്റെ സ്നേഹിതന്മാർ ആരെന്ന് വെച്ചാൽ കർത്താവ് വിളിച്ചവരാണ് സ്നേഹിതന്മാർ. They are those who have been chosen by Christ. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You do not become a friend of Christ by being born in a Christian family. നാം കർത്താവിന്റെ സ്നേഹിതന്മാർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാകുന്നില്ല. You do not become a friend of Christ by coming to church every Sunday. എല്ലാ ഞായറാഴ്ചയും ഈ സഭാഹാളിൽ കടന്നു വന്നതുകൊണ്ട് നാം അവന്റെ സ്നേഹിതനാകുന്നു. We do not become the friends of Christ by confessing something which others told us to do. മറ്റു ചിലർ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നാം അവന്റെ സ്നേഹിതനാകുന്നില്ല. No, these are not the criteria of becoming the friend of Christ. ഇതൊന്നും കർത്താവിന്റെ സ്നേഹിതനാകുവാനായിട്ടുള്ള ഒരു സാധ്യതയല്ല. First of all, first and foremost, the only criteria is that those who are chosen by God. പ്രധാനമായിട്ടുള്ള ഒരേ ഒരു കാര്യം പറയുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. And it is God who brings repentance into our hearts. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ മനസ്താപം അല്ലെങ്കിൽ പശ്ചാത്താപം മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത്. And it is this repentance which causes us to repent of our sins and turn to our Savior Lord Jesus Christ. ആ മാനസാന്തരം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും നമ്മളെ സഹായിക്കും. So let us never be under this misconception that anyone can become a friend of Christ. അതുകൊണ്ട് ആർക്കും കർത്താവിന്റെ സ്നേഹിതനാകാം എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. We do not become a friend of Christ by our works. നാം കർത്താവിന്റെ സ്നേഹിതൻ നമ്മുടെ പ്രവൃത്തികളാലല്ല ആയത്. God has chosen us. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. And that is why all of us who are sitting here, we were able to believe in the Lord Jesus Christ as our Lord and Savior. അതുകൊണ്ടാണ് നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ കർത്താവിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട്. And that is why Christ says, I have called you friends. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. You have not chosen me. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, I have chosen you. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. That is why this friendship is slightly different from this friendship of this world. അതുകൊണ്ടാണ് ഈ മിത്രത സ്നേഹം എന്ന് പറയുന്നത് മറ്റ് ലോക സ്നേഹത്തെക്കാൾ വിഭിന്നമായിരിക്കുന്നത്. In the friendship of this world, इस संसार में जो मित्रता है, दो मित्र एक दूसरे को चुनते हैं. ലോകത്തിലുള്ള സ്നേഹിതന്മാർ അവർ അന്യോന്യം തെരഞ്ഞെടുക്കുന്നതാണ്. But here in this friendship, we did not have the choice. എന്നാൽ ഈ കർത്താവിലുള്ള ആ മിത്രത എന്ന് പറയുന്നത് നമുക്കിടെ ഒരു ചോയ്സ് ആയിരുന്നില്ല. So never we can assume or think, कभी हम ये नहीं सोच सकते मसीह को मित्र मान के हमने बहुत बड़ा काम कर दिया है. അതുകൊണ്ട് കർത്താവിനെ ഞാൻ എന്റെ സ്നേഹിതൻ എന്ന് വിചാരിച്ച് ഞാൻ അനേക കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. As we were remembering this morning time, we could have never approached God. നാം പ്രഭാതത്തിൽ ഓർത്ത പോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കലും കടന്നു വരുവാൻ സാധ്യമല്ലായിരുന്നു. It is by God's grace alone that in Christ Jesus He calls us friends. ദൈവത്തിന്റെ കൃപയാൽ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ പദവി ലഭിച്ചു. അവൻ ഇന്ന് നമ്മളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു. So what does this friendship with Christ mean? അതുകൊണ്ട് കർത്താവിനോടുള്ള ഈ സ്നേഹിതൻ ആയിരിക്കുക എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത്? तो वापस हम लूका रचित सुसमाचार 12वें अध्याय की ओर आते हैं. मसीह के साथ इस मित्रता का मतलब क्या है? അതുകൊണ്ട് 12ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവിന്റെ സ്നേഹിതൻ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? So first of all, as I mentioned here, there are different kind of people around the Lord Jesus Christ. ഇവിടെ നമ്മൾ ഓർത്ത പോലെ കർത്താവിന് ചുറ്റും അനേകർ പുരുഷാരം കൂടിയിരുന്നു. There was an innumerable multitude. അവിടെ നമ്മൾ വായിക്കുന്നത് അത് എണ്ണിക്കൂടാതെ വണ്ണം ഉള്ള ഒരു പുരുഷാരമായിരുന്നു. This word multitude is the Greek language. I was reading somewhere, the highest number that they had was 10,000. അവിടെ ഗ്രീക്ക് ലാംഗ്വേജിൽ വായിച്ചപ്പോൾ ആദ്യത്തെ ഏറ്റവും കൂടിയ ഒരു നമ്പറായിട്ട് കണക്ക് കൂട്ടിയിരുന്നത് 10,000 ആയിരുന്നു. We have lakhs, crores, arabs and all, but they had 10,000. That is why I say 10,000 upon 10,000. അത് അന്ന് ആ കാലങ്ങളിൽ ഏറ്റവും വലിയ നമ്പറായിട്ട് കണക്കാക്കിയിരുന്ന 10,000 അത് ആ നാളുകളിൽ. So that's why we see here when it says an innumerable multitude of people, there were so many thousands, maybe lakhs of people who were around him. അതുകൊണ്ട് അവന് ചുറ്റുമായിട്ട് വലിയൊരു പുരുഷാരമാണ് തിങ്ങിക്കൂടിയത്. Because just in the previous chapter, the Lord was pronouncing woes. ഇതിന് തൊട്ട് മുമ്പിലുള്ള അധ്യായത്തില് കർത്താവ് അയ്യോ കഷ്ടം എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ അവിടെ കാണുകയുണ്ട്. And the people were very eager, as we see here, to hear what the Lord wanted to say. അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ ഈ കർത്താവ് മനുഷ്യന്റെ മേൽ വരുന്ന കഷ്ടം അയ്യോ കഷ്ടം എന്താണെന്ന് അറിയുവാനായിട്ട് അവർ വളരെ ആഗ്രഹിച്ചു. So where a crowd has gathered, it does not necessarily mean they are the friends of Christ. അതുകൊണ്ട് ആളുകൾ കൂടുന്നത് കൊണ്ട് അവർ കർത്താവിന്റെ സ്നേഹിതന്മാരാകുന്നില്ല. Where many people are going, it need not necessarily be a church. അനേക ആളുകൾ ഒരു ചർച്ചിലേക്ക് കടന്നു വരുന്ന
उस സ്ഥലത്ത് കാണുന്നത് it's not necessarily a church. അനേക ആളുകൾ കൂടുന്നത് കൊണ്ട് അതൊരു ചർച്ച ആകണമെന്നില്ല. Where the presence of God is and where God is speaking to his people as friends, that is the company of a group of people who are God's people. എവിടെ ആളുകൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നുവോ അവിടെയാണ് കർത്താവിന്റെ സ്നേഹിതന്മാർ കൂടി വരുന്ന സ്ഥലം. Where Christ is speaking to them. എവിടെ കർത്താവ് അവരോട് സംസാരിക്കുന്നു. And here we see that he is speaking to them unto his disciples first of all. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോടാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. And he starts by talking to them about hypocrisy. അവിടെ ശിഷ്യന്മാരോട് പറയുന്ന വിഷയം തന്നെ കപടഭക്തിയെ കുറിച്ചാണ് തുടങ്ങുന്നത്. And he gives the example of the Pharisees. അവിടെ പരീശന്മാരെ കുറിച്ച് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. And he says in verse 2, for there is nothing covered that shall not be revealed, neither hid that shall not be known. ഇവിടെ കർത്താവ് പറയുന്ന രണ്ടാം വാക്യത്തിൽ മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. Therefore whatsoever ye have spoken in darkness shall be heard in the light, that which ye have spoken in the ear in closets shall be proclaimed upon the housetops. മൂന്നാം വാക്യം, ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. There was an innumerable multitude around them. അത് അനേക ആളുകൾ അവിടെ കൂടിയിരുന്നു. But the word of God is reaching out unto his disciples. അവിടെ ദൈവവചനം കടന്നു ചെല്ലുന്നത് അവൻ തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക്. And among his disciples there is a person called Judas Iscariot. ആ ശിഷ്യന്മാരുടെ മധ്യത്തിൽ യൂദാ ഇസ്കറിയോത്ത് എന്നുള്ള ഒരു വ്യക്തിയുമുണ്ട്. Who hid from everyone else, who stole from the bag. അവൻ എല്ലാവരിൽ നിന്നും മറഞ്ഞു ചെന്നു, അതിൽ നിന്നൊക്കെ പലപ്പോഴും താൻ മോഷ്ടിക്കുകയും ചെയ്തു. And he went to the Pharisees and he made a deal with them. അവൻ പരീശന്മാരുടെ അരികിൽ ചെന്ന് അവരുമായിട്ട് ഒരു ഡീലും ഉണ്ടാക്കി. He thought that nothing would be revealed. उसको लगा कि कुछ भी जो है उसका खुलासा नहीं होगा. അവൻ വിചാരിച്ചത് ഇതൊന്നും വെളിവായിട്ട് വരികയില്ല എന്നാണ് അവൻ വിചാരിച്ചത്. But the Lord of God says that everything will be revealed in the end. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് എല്ലാം തന്നെ റിവീൽ ആകുന്ന, പുറത്തു വരുന്ന ഒരു ദിനമുണ്ട്. हम जो इस संसार में हम सोचते हैं कि हम छुपा सकते हैं, वो सब एक दिन परमेश्वर के सामने उस प्रकाश में उजागर होगा. ഇന്ന് നാം കരുതുന്ന മറച്ചു വെക്കുന്ന ഏത് കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെളിവാകുന്ന ഒരു ദിനമുണ്ട്. And that is why when the Lord Jesus Christ says, I say unto you, my friends. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്. It is very important to hear this word which is coming from our friend Lord Jesus Christ. അതുകൊണ്ട് നമ്മുടെ നല്ല സ്നേഹിതനായ കർത്താവിങ്കിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. How closely we hear the words of our good friends in this world. നമ്മുടെ ഉത്തമ സ്നേഹിതന്മാരിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടെ നാം കേൾക്കും. जब इस संसार के हमारे अच्छे मित्रों की बातें हम इतना ध्यान से सुनते हैं, तो क्यों ना हम हमारे सबसे प्यारे मित्र प्रभु यीशु मसीह की बातें सुने. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനായ കർത്താവിങ്കിൽ നിന്ന് നാം എത്ര അധികമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. And what is the Lord Jesus Christ telling them here? ഇവിടെ കർത്താവ് അവരോട് പറയുന്നത് എന്താണ്? In verse 4 we read, be not afraid of them that kill the body, and after them have no more what they can do. നാലാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. But I'll forewarn you, in verse 5 we read, whom ye shall fear. Fear him which after he hath killed hath power to cast into hell. Yea, I say unto you, fear him. അഞ്ചാം വാക്യം, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ, അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Oh, our friend, the one who came to this world as a man, the one who loved us and gave his life on that cross for us. അതെ, നമ്മളെ സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച നമ്മുടെ കർത്താവ്. So we cannot say that he is not a committed friend. അതെ, നമുക്കൊരിക്കലും പറയുവാൻ കഴിയില്ല അവനെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു സ്നേഹിതൻ അല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും. हम कभी नहीं कह सकते ये अच्छा मित्र नहीं है, ये भला मित्र नहीं है, सबसे अच्छा मित्र है. അതെ, നമ്മുടെ കർത്താവ് തന്നെ ഏറ്റവും നല്ല മിത്രം. And that is why this friend is telling us whom you should fear. അതുകൊണ്ട് ആ നല്ല സ്നേഹിതൻ നമ്മളോട് പറയുകയാണ് നാം ആരെയാണ് ഭയപ്പെടേണ്ടത്. And what is he saying? അവിടെ എന്താണ് പറയുന്നത്? हमारे प्रभु कह रहे हैं कि हमें किससे नहीं डरना है और किससे डरना है. ഇവിടെ കർത്താവ് പറയുന്നത് നാം ആരെ ഭയപ്പെടേണ്ട, ആരെ ഭയപ്പെടണം. किससे नहीं डरना है वो चौथे पद में हम देखते हैं. ആരെ ഭയപ്പെടേണ്ട, who we should not fear. ആരെ ഭയപ്പെടേണ്ട എന്നുള്ളത് ഇവിടെ നാലാം വാക്യത്തിൽ പറയുന്നു. Be not afraid of them that can only kill the body.
അവിടെ ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടണ്ട. Verse 5 it says, fear him who after he hath killed hath power to cast into hell. എന്നാൽ 5-ാം വാക്യത്തിൽ പറയുന്ന കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. We see here a description of the Trinity as well in this passage. ഇവിടെ ഈ ഭാഗത്ത് അത് ത്രിയേകത്വത്തെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ In കഴിയും. verse 5 we see God the Father. 5-ാം വാക്യത്തിൽ അവിടെ പിതാവായ ദൈവത്തെ നാം കാണുന്നു. In verses 8, 9 and 10 we see the Son of God, the Son of Man, the Lord Jesus Christ. 8-9 വാക്യങ്ങളിൽ ദൈവപുത്രനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. In verse 12 we see that the Holy Ghost, the Holy Spirit is the one who teaches us. അവിടെ 12-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ കാര്യം പഠിപ്പിക്കുന്നത് എന്ന് നമ്മളോട് വായിക്കുന്നു. So the word of God which is coming unto us as friends of Christ, Christ himself is revealing. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നാണ്, നമ്മുടെ നല്ല സ്നേഹിതനിൽ നിന്നാണ് ഈ വാക്കുകൾ കടന്നു And he വരുന്നത്. says, fear the right person. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, അത് ശരിയായിട്ടുള്ള വ്യക്തിയെ ഭയപ്പെടുക, Fear God. അത് ദൈവത്തെ ഭയപ്പെടുക. Even in the scriptures we know in Psalm and Proverbs, time and again it is repeated, the fear of the Lord is the beginning of wisdom. അത് സങ്കീർത്തനങ്ങൾ അതുപോലെ തന്നെ സദൃശവാക്യങ്ങളിൽ നമ്മൾ ആവർത്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അത് ദൈവത്തെ ഭയപ്പെടുക Is the beginning of അതെ ദൈവഭയം യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. So it's the beginning. So the beginning of our Christian life, हमारे मसीह जीवन की शुरुआत ही परमेश्वर का भय है. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് തന്നെ ദൈവഭയമാണ്. In the previous days, पीछे के दिनों में हम देख रहे थे fear of God. उसका मतलब है कि हमें सदा ये याद रखना है कि हम परमेश्वर की उपस्थिति में हैं. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി, ദൈവഭയം എന്നുള്ളത് നാം എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള ഓർമ്മ നമ്മളെ. हमारे जीवन के हर पल में, हर निर्णय में, हर डिसीजन में हमें याद रखना है हम परमेश्वर के जन हैं. നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയം, ഓരോ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും അത് ദൈവ സാന്നിധ്യത്തിലാണ് എന്നുള്ള ഒരു ഓർമ്മ നമ്മളെ ഭരിക്കണം. And that is why the word of God tells us, don't fear who can only kill your body, who can do anything to your body. അതുകൊണ്ടാണ് ദൈവത്തിൽ നമ്മൾ വായിച്ചത്, നമ്മുടെ ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. If you take a decision for God today നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനം ഇന്ന് എടുക്കുന്നുവെങ്കിൽ, and you lose your job, അത് കാരണം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നുവെങ്കിൽ, what is the worst that can happen? അതിൽ നിന്ന് ഏറ്റവും അധികമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? परमेश्वर के भय में आपकी नौकरी चली जाती है. क्या होगा आपके साथ? सबसे ज्यादा क्या होगा? പരമേശ്വരനെ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? What do you think? What will happen if you lose your job? എന്ത് സംഭവിക്കും നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ? The maximum that can happen is we will die of hunger. അതെ, മാക്സിമം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ചിലപ്പോൾ വിശന്ന് മരിച്ചു പോകാം. That's the maximum that can happen, right? അതാണ് ഏറ്റവും അധികമായിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. We may lose our home, we may lose everything that we have, we may go onto the streets. Maximum that can happen is we will നമ്മുടെ die. താമസ സൗകര്യം, നമ്മൾ ഒരു പക്ഷേ വഴിയിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരാം. ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരാം. But what happens if we go against God? अगर हम परमेश्वर के विरोध में जाते हैं, എന്നാൽ ദൈവത്തിന് വിരോധമായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. is it just about a physical death then? അത് Is it just about physical death? അത് നമ്മുടെ വെറും ഒരു ശാരീരിക മരണം മാത്രമായിരിക്കുന്നുവോ? The word of God tells us he has power to cast into hell. അതെ, ദൈവവചനം പറയുന്ന അവൻ നമ്മളെ നരകാഗ്നിയിൽ ഇടുവാനുള്ള അധികാരമുണ്ട്. And we know that those who are saved, their salvation cannot be lost. അതെ, രക്ഷിക്കപ്പെട്ടവർ അവരെ രക്ഷ ഭദ്രമാണ്, സുരക്ഷിതമാണ്. But that is why the scripture time and again reminds us, examine where you are standing. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, ഏത് സ്ഥാനത്തായിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയെന്നുള്ള പരിശോധിക്കുക എന്ന് പറയുന്നു. Because if we are not living in the fear of God, अगर हम परमेश्वर के भय में अपने जीवन में नहीं है, तो हम मसीह के मित्र कैसे होंगे? നാം ദൈവഭയത്തിൽ ആയിരിക്കുന്നില്ല എങ്കിൽ നാം എങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതന്മാരാകുന്നു? And it does not matter with the big decisions in our lives alone. അത് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന വലിയ തീരുമാനങ്ങളിൽ മാത്രമായി അത് ഒതുങ്ങുന്നില്ല. It matters with the smallest things that we do. അത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ തീരുമാനങ്ങൾ പോലും അതിലും
ആ ദൈവഭയം അതിൽ കാണേണ്ടിയിരിക്കും. कैसे हम समझ सकते हैं when we read further on verses 6 and 7? അത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? In verse 6 and 7 we read, "Are not 5 sparrows sold for 2 farthings, and not one of them is forgotten before God? Even the very hairs of your head are all numbered. Fear not, therefore, ye are of more value than many sparrows." അവിടെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 2 കാശിന് 5 കുരുകിലിന് വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. Often we use these verses for our assurance. അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യത്തിനു വേണ്ടി ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ये बहुत सही बात है, हमारे हिम्मत के लिए ही ये वचन लिखे गए हैं. നമ്മളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഈ ദൈവവചനം തന്നിരിക്കുന്നു, അതിന് സംശയമില്ല. But think of it like this also. എന്നാൽ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, He knows the number of your hair. അവൻ നമ്മുടെ തലയിലെ ഓരോ മുടിയും അവൻ എണ്ണിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. So it is a matter which is of some importance before God. അതുകൊണ്ട് ആ കാര്യം പോലും അതിൻ്റെ ഒന്നുപോലും ദൈവത്തിന് ഇച്ചിരി പ്രാധാന്യമുള്ളതാണ്. Do you or I know the number of hairs on our head? അത് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ തലയിലെ മുടികൾ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമോ? I know some of us are losing hair, so we are really bothered. അത് മുടികൾ നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആ എണ്ണത്തിൽ ഇച്ചിരി പ്രയാസപ്പെടുന്നവരാണ്. അത് എണ്ണമൊക്കെ ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കാം. But even they will not be able to count. എന്നാൽ അങ്ങനെയെങ്കിൽ തന്നെയും എണ്ണുവാൻ കഴിയും. Even when in the shower lot of hair is falling, you'll be like, lot of hair is falling, but no one bothers to take it up and count. Today, 1000 hair falling. അതെ, നമ്മൾ കുളിക്കുമ്പോൾ മുടികൾ താഴെ പൊഴിഞ്ഞു പോകുമ്പോൾ അതെടുത്ത് നമ്മൾ എണ്ണി സൂക്ഷിക്കാറില്ല. But God knows the number of your hairs. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് തലയിലെ ഓരോ മുടി പോലും ദൈവം എണ്ണിയിരിക്കുന്നു. So wouldn't God look at the smallest decisions which you and I have taken in our lives? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെക്കുറിച്ചും വളരെ ശ്രദ്ധയോടുകൂടി ദൈവം വീക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ. जब परमेश्वर हमारे बालों के बारे में इतना समझते हैं, तो क्यों हमारे जीवन के छोटे से छोटे बात को परमेश्वर नहीं जानेंगे? നമ്മുടെ തലയിലെ രോമങ്ങൾ അതിനെക്കുറിച്ച് ദൈവം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾ, ചെറിയ തീരുമാനങ്ങൾ അതിൽ ദൈവം എന്തുകൊണ്ട് അതിൽ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് നാം വിചാരിക്കുന്നു. Every decision that we take, it matters before God. എല്ലാ തീരുമാനങ്ങളും അതിൽ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണ്. So we have to remember that for God everything is important. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും പ്രാധാന്യമുള്ളതാണ്. And that is why in verses 8, 9 and 10 Christ says, if you deny me before men, I will also deny you. അതുകൊണ്ടാണ് 8, 9, 10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അതിന് 9-ാം വാക്യത്തിൽ വായിക്കുന്ന, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. So in our smallest decisions, are we denying Christ or are we confessing Christ? നമ്മുടെ അതുകൊണ്ട് ചെറിയ തീരുമാനങ്ങൾ പോലും നാം കർത്താവിനെ ഏറ്റുപറയുകയാണോ അതോ തള്ളിപ്പറയുകയാണോ? So today the first point that comes to us as friends of Christ, मसीह के मित्र अगर हम हैं, तो हम परमेश्वर के भय में जीवन में आगे बढ़ेंगे. അതുകൊണ്ട് ആദ്യമായിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, നമ്മൾ കർത്താവിന്റെ സ്നേഹിതനെങ്കിൽ കർത്താവിന്റെ ഭയത്തിൽ നാം ജീവിക്കണം. The second point, we will turn back to John 15. We were reading that verse, John chapter 15. രണ്ടാമത്തെ പോയിന്റ് എന്നുള്ള ആ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. And in verse 15 the Lord says, the servant knows not what the Lord does, but I have called you friends, for all things that I have heard of my Father I have made known unto you. അതിന്റെ 15-ാം വാക്യം, യജമാനൻ ചെയ്യുന്ന ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. So all that God the Father wants to reveal about himself, he has revealed through his Son. ദൈവം തന്നെക്കുറിച്ച് നമ്മളോട് അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് മുഴുവനും അറിയിച്ചിരിക്കുകയാണ്. And कितनी अच्छी बात है, वो पुत्र हमारा मित्र है. ആ പുത്രൻ നമ്മുടെ സ്നേഹിതൻ. What a wonderful thing it is. അത് എത്രയോ അത്ഭുതമാണ്. So what a friend of God, what a friend of Christ will do, he will know the things of God. അതുകൊണ്ട് ഒരു കർത്താവിന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന വ്യക്തി അവൻ ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവൻ ചെയ്യും. We know about Abraham, the friend of God. അബ്രഹാം, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. And we know about the incident of Sodom and Gomorrah, what happens in Genesis 18, and we'll turn to that verse, Genesis 18 and verse 17. അവിടെ ഉൽപ്പത്തി
18-17 വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? We read here, and the Lord said, shall I hide from Abraham that thing which I do? Chapter 18 and verse 17. 18-17 വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യഹോവ അരുളിച്ചത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? So God revealed all his plans unto Abraham his friend. ഇവിടെ ദൈവം തന്റെ എല്ലാവിധമായ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും തന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് അറിയിക്കുകയാണ്. All that he wanted to reveal. परमेश्वर जो बताना चाहते थे अपने मित्र अब्राहम को बताया. അതെ, ദൈവം തനിക്ക് പറയുവാനുള്ളതെല്ലാം തന്റെ സ്നേഹിതൻ അബ്രഹാമിനോട് പറഞ്ഞു. Do we know what is our plan? What God has planned for us? നമുക്ക് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം, പ്ലാൻ എന്താണെന്നുള്ളത് നാം അറിയുന്നുണ്ടോ? He has revealed everything through his word. അത് ദൈവവചനത്തിൽ കൂടെ നമുക്കെല്ലാം തന്നെ അറിയിച്ചു തന്നിരിക്കുകയാണ്. The Holy Spirit teaches us all things. That's what the word just said, told us. അതെ, പരിശുദ്ധാത്മാ നമ്മളെ എല്ലാം തെളിയിച്ചു തരും അത് എന്നുള്ളത് ദൈവവചനം നമ്മളോട് പറയുന്നു. Do we know what is the plan of God for our lives? അതുകൊണ്ട് നമുക്ക് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയുള്ളത് എന്താണെന്നുള്ളത് നാം അറിയുന്നുണ്ടോ? We know, हम जानते हैं हम अगले महीने क्या करने वाले हैं. നമുക്ക് ഒരുപക്ഷെ വരുന്ന മാസം നാം എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ചിലപ്പോൾ അറിയാമായിരിക്കാം. 2-3 महीने के बाद हम एक वेकेशन लेंगे, थोड़ा घूमने जाएंगे, ये हमें पता है. അതെ, 2-3 മാസത്തിന് ശേഷം അവധിക്കാലം വരും, ചില ദിവസത്തേക്ക് കറങ്ങുവാൻ പോകും, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കാം. कुछ टाइम के बाद हमें शादी करना है. അതെ, ചില നാളുകൾക്ക് ശേഷം വിവാഹം കഴിക്കണം. कुछ टाइम के बाद हमें बच्चों का एडमिशन कराना है. അതെ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷനൊക്കെ വാങ്ങണം. कुछ सालों के बाद हमें रिटायर होना है. അതെ, ചില വർഷങ്ങൾക്ക് ശേഷം റിട്ടയർമെന്റ് ആകുന്നു. कुछ सालों के बाद रिटायर होकर यहाँ सेटल होना है. അതെ, എവിടെ അതിനുശേഷം പാർക്കണം, ഈ കാര്യത്തെക്കുറിച്ച് നാം തീരുമാനിക്കുന്നു. वहाँ सेटल होने के बाद वहाँ घर चाहिए तो अभी से बनाना है. അവിടെ പോയി താമസിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ വീട് ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം തീരുമാനിക്കും. We plan all these things. ഈ കാര്യങ്ങളൊക്കെ നാം പ്ലാൻ ചെയ്യാറുണ്ട്. But what is God's plan for us? എന്നാൽ ദൈവത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം, പ്ലാൻ എന്താണ്? Lord Jesus Christ says, I have not called you servants, I am calling you friends and I am revealing everything to you. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, നിങ്ങളെ എൻ്റെ മിത്രന്മാരാണ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു തരികയാണ്. And we say we don't want to hear it. എന്നാൽ നാം പറയുന്നത് നാം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. हमारे पास अपना प्लान है. എനിക്ക് എൻ്റെതായ പ്ലാനുകളൊക്കെ ഉണ്ട്. हमें आपका प्लान नहीं सुनना है. അതെ, അങ്ങയുടെ പ്ലാനുകളൊന്നും എനിക്ക് ആവശ്യമില്ല. But what blessings can come when we know the plan of God in our life? എന്നാൽ കർത്താവിന്റെ നമ്മളെക്കുറിച്ചുള്ള ഹിതം നാം അറിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര അധികമാണ്. What blessings came in the life of Abraham? എബ്രഹാമിന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്താണ്? When he heard this plan of God, അതെ, ദൈവത്തിന്റെ ആ പ്ലാൻ അവൻ കേട്ടപ്പോൾ what did he do? അവൻ എന്ത് ചെയ്തു? He not only heard the plan, he acted on it. അവൻ ആ ദൈവത്തിന്റെ ആ പ്ലാൻ അറിഞ്ഞപ്പോൾ അതിൽ അവൻ പ്രവർത്തിച്ചു. What did he do? He interceded. അവൻ മധ്യസ്ഥ വഹിക്കുകയാണ്. He was really concerned about Lot. അവൻ ലോത്തിനെ കുറിച്ച് വളരെ വ്യാകുലനാണ്. And he is bargaining with God. അവൻ ദൈവത്തോട് അവൻ അപേക്ഷിക്കുകയാണ്. And he says about 50 people, then he comes down 45, 40, he comes down so much and finally it says for 10 people God will not destroy it. അതെ, അവൻ അവിടെയുള്ള 50 നീതിമാന്മാരുണ്ടെങ്കിൽ അല്ല, അങ്ങനെ കുറഞ്ഞു വന്ന് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. Was God going to destroy Sodom and Gomorrah? അതെ, ദൈവം ആ പട്ടണത്തെ പോവുമായിരുന്നു. Yes. അതെ, തീർച്ചയായിട്ടും. Was God going to save Lot and his family? അതെ, ദൈവം ആ ലോത്തിനെയും കുടുംബത്തെയും അവിടുന്ന് വിടുവിക്കുമായിരുന്നു. Yes. തീർച്ചയായിട്ടും. So God's plan will go on as God has decided. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ ദൈവം എങ്ങനെയാണ് നിശ്ചയിച്ചത് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. But God gives us a chance to be a part of that plan. എന്നാൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ പ്ലാനിന്റെ ഒരു ഭാഗമാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Will you and I choose to be part of God's plan? അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ഒരു ഭാഗമായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. What blessings Abraham receives, a friend of God and doing intercession. അതുകൊണ്ട് ദൈവം അബ്രഹാമിന് എപ്രകാരമുള്ള അനുഗ്രഹമാണ് ആ മധ്യസ്ഥ നിന്നുകൊണ്ട് തനിക്ക് ലഭിച്ചത്.
Do we want to be a part of God's plan? അതുകൊണ്ട് നാം ദൈവത്തിന്റെ പദ്ധതിയിൽ ഭാഗമാകുവാനായിട്ട് നാം ആഗ്രഹിക്കും. Or do we just want to walk or go in this life according to our plan? അല്ല, നമ്മുടെ പദ്ധതി അനുസരിച്ച് നാം മുന്നോട്ട് പോകാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്? अगर हम मसीह के मित्र हैं तो हम ये जानना चाहते हैं परमेश्वर हमसे क्या कहना चाहते हैं. അതെ, നാം ദൈവത്തിന്റെ സ്നേഹിതനെങ്കിൽ ദൈവം എന്നോട് പറയുവാനുള്ളത് എന്താണെന്ന് നാം അറിയുവാനായിട്ട് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കും. Let's look at the third thing which a friend of Christ does. മൂന്നാമത്തെ കാര്യം, ഒരു കർത്താവിന്റെ സ്നേഹിതൻ അവൻ എന്താണ് ചെയ്യുന്നത്? Let's turn to Exodus chapter 33. പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാം അധ്യായം, And we'll turn to verse 11. അതിന്റെ 11-ാം വാക്യം. And we read here like this. And the Lord spake unto Moses face to face, as a man speaketh unto his friend. And he turned again into the camp, but his servant Joshua the son of Nun, a young man, departed not out of the tabernacle. അവിടെ 11-ാം വാക്യത്തിൽ വായിക്കുന്ന, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായിട്ട് സംസാരിച്ചു. And we see here that beautiful relationship between the Lord and Moses. ഇവിടെ ദൈവവും മോശയുമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. And we see here that they are speaking face to face. ഇവിടെ അഭിമുഖമായിട്ട് സംസാരിച്ചു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And the word of God says, as a man speaketh unto his friend. അത് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ എന്ന് നമ്മളിവിടെ കാണുകയാണ്. So what a friend of God does. അതെ, അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹിതൻ എന്താണ് ചെയ്യുന്നത്? Third point that we see here, that friend of God spends time in the presence of God. അതെ, ദൈവത്തിന്റെ സ്നേഹിതൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും. Speaking face to face. അതെ, അഭിമുഖമായിട്ട് സംസാരിക്കും. How much time have we spent talking face to face with God? അതെ, നാം ദൈവവുമായിട്ട് അഭിമുഖമായിട്ട് എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്? How much time of this, the time that we have in this world, are we spending in his prayer, in his presence, in prayer? ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവകാലത്തിൽ എത്ര സമയം നമുക്ക് ദൈവത്തോട് സംസാരിച്ച് കൂട്ടായ്മയിൽ ദൈവത്തോട് ഏകനായിട്ടിരുന്ന് അഭിമുഖമായിട്ട് സംസാരിക്കാൻ? See, here in this verse, it is not a formal conversation between a boss and his employee or between two people. It's a very intimate relationship. ഈ സംസാരം ഒരു യജമാനൻ ദാസൻ എന്നുള്ള നിലയിലുള്ള ഒരു സംസാരമല്ല, എന്നാൽ വളരെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു സംസാരമാണ്. यहाँ हम देखते हैं दो, जिस प्रकार वचन में बताता है, एक मित्र के समान यहाँ बात हो रही है. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ എന്നാണ് നാം ഇവിടെ വായിച്ചത്. And it is the word of God which encourages us how much time we spend in the presence of God. അതുകൊണ്ട് ദൈവവചനം നമ്മളെ എൻകറേജ് ചെയ്യുന്ന കാര്യം ദൈവസന്നിധിയിൽ നാം എത്രമാത്രം സമയം ചെലവഴിക്കുന്നു. Let us look at this past week of ours. അത് കഴിഞ്ഞ ആഴ്ചയിലേക്ക് തന്നെ നാം തിരിഞ്ഞു നോക്കുക. How much time we spent face to face with God. അത് ദൈവമായിട്ട് അഭിമുഖമായിട്ട് എത്ര സമയം നാം ചെലവഴിച്ചു. That we came into his presence like a friend, told him about all the things of our heart, and listen to all that God wants to speak to us. അതെ, ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങൾ ചിന്തകളൊക്കെ ദൈവസന്നിധിയിൽ പകരുവാൻ, ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ എത്ര സമയം നാം ചെലവഴിച്ചു. When we have a very good friend of ours, how much we like to talk to that friend, right? അതെ, ഇത്ര നല്ല ഒരു സ്നേഹിതൻ നമുക്കുണ്ടപ്പോൾ അവനോടുകൂടെ എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്. Do we have that same relationship with Christ? അതെ, കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടോ? Do you yearn to speak to him? आपके मन में वो इच्छा होती है, हाँ आज प्रभु से बात करना है और അതെ, ദൈവവുമായിട്ട് ഇന്ന് സംസാരിക്കണമെന്നുള്ള ആ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടോ? A sign of not speaking to the Lord, അതെ, ദൈവത്തോട് സംസാരിക്കാതിരിക്കുന്നതിന്റെ അടയാളം എന്നുള്ളത്, जब मुखामुख प्रभु से बात नहीं करते हैं, वो इंटीमेट रिलेशनशिप नहीं है, उसका एक साइन क्या है? നാം ദൈവത്തോട് അപ്രകാരം അഭിമുഖമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? जब हम रविवार को आराधना के लिए आते हैं, हम खाली हाथ आते हैं. അതെ, നാം ഞായറാഴ്ച ദിവസം ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നാം വെറും കൈയോടാണ് കടന്നു വരുന്നത്. जब पूरे हफ्ते बात ही नहीं किए तो संडे को क्या लेकर आएंगे? അതെ, ആഴ്ച മുഴുവനും നാം കർത്താവിനോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവനിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നാം കടന്നു വരുന്നത്? We are coming with empty hands. അതെ, നാം ശൂന്യമായിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടാണ് കടന്നു We have വരുന്നത്. not told him anything about ourselves. നാം അവനോട് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. We have not heard anything about from him which he wants to reveal from this wonderful word of God. അവനിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ടൊന്നും വെളിപ്പെടുത്തി കേൾക്കുവാനായിട്ട് നമുക്കൊന്നും സാധിച്ചില്ല. So what do we do when we come here on Sunday? അതുകൊണ്ട് ഞായറാഴ്ച ദിവസം നാം ഇവിടെ കടന്നു വരുമ്പോൾ നാം എന്താണ് കൊണ്ടുവരുന്നത്? That is a question all of us need to ask ourselves. അതുകൊണ്ട് ആ ചോദ്യമാണ് നാം ഓരോരുത്തരും ചോദിക്കേണ്ടത്. And this is a question which comes before us. What do I have to speak about this friend of mine? അതെ, ഈ നല്ല സ്നേഹിതനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്?
അത് നമ്മൾ ചിന്തിക്കണം. I have no interest in knowing anything new about him. അതെ, ആ സ്നേഹിതനെ കുറിച്ച് എന്തെങ്കിലും പുതുതായിട്ട് അറിയുവാനായിട്ടുള്ള ഒരു ആശ എനിക്കില്ല. So my dear brothers and sisters in Christ, അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, if Christ has called us friends, അതുകൊണ്ട് കർത്താവ് നമ്മളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചുവെങ്കിൽ, and just like the Lord wanted to speak to Moses and speaks to him face to face as a friend, അതെ, കർത്താവ് യഹോവയായ ദൈവം മോശയോട് ഒരു സ്നേഹിതനോടെന്ന പോലെ അഭിമുഖമായിട്ട് സംസാരിച്ചതുപോലെ, how much our Lord wants to speak to us face അതെ, to face. നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്ര അവൻ വാഞ്ചിക്കുന്നു. Every day he waits for us to speak to him. അതെ, എല്ലാ ദിവസവും അവൻ നമ്മോട് സംസാരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. But you can ignore him. അതെ, നമുക്ക് അവനെ ഇഗ്നോർ ചെയ്യാം. We can say that the things of this world, ये दुनिया की बातें जो है, मेरे मित्र आपसे ज़्यादा important है. അതെ, ഈ ലോകത്തിലെ സ്നേഹിതന്മാർ ഈ നല്ല വലിയ സ്നേഹിതൻ എന്ന് പറയുന്ന ആളിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. And that is why हमने से कुछ ने वो निर्णय ले रखा, we have taken a decision, will not come to this meeting. അതെ, അതുകൊണ്ടാണ് നമ്മൾ ചിലര് ഇങ്ങനെയുള്ള ഒരു നിർണയം കൂടെ എടുത്തിരിക്കുന്നത്. അതെ, ഈ മീറ്റിംഗിന് ഞാൻ കടന്നു വരികയില്ല. I want to specially remind our young brothers and sisters. ചില സഹോദരി സഹോദരന്മാർ യുവാക്കളോട് സ്പെഷ്യലായിട്ട് പറയേണ്ടിയിരിക്കുന്നു. I beseech thee in the name of Christ, why are you ignoring Christ your friend and taking this decision? I will not come to this meeting. അതുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗിൽ കടന്നു വരത്തില്ല എന്ന് പറഞ്ഞ ഒരു നിർണയം നാം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ? Yes, it happens in our lives. Some meetings, all meetings we cannot attend. Some meetings we will not be able to attend. That can happen. അതെ, എല്ലാ മീറ്റിംഗിലും കടന്നു വരാൻ സാധിക്കില്ല എന്നുള്ള ഒരു പരിസ്ഥിതി ഉണ്ടായെന്ന് വരാം. That Lord knows. അതെ, ദൈവം അത് നമ്മളെ കുറിച്ച് അറിയുന്നു. But the one who knows our heart, അതെ, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, he knows why we are ignoring him. അതെ, അവനെ എന്തുകൊണ്ട് നാം ഇഗ്നോർ ചെയ്യുന്നുള്ളത് ആ ദൈവം അത് അറിയുന്നു. Isn't it how wonderful that he still loves us? എന്നാൽ അങ്ങനെയെങ്കിൽ തന്നെയും ആ സ്നേഹിതൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് എത്ര അത്ഭുതമാണ്. If he treated a person in this world like this, a friend of ours, he would have left us, she would have left us long time back. അതെ, ഇപ്രകാരം ലോകമനുഷ്യരായിട്ടുള്ള ലോക സ്നേഹിതന്മാരോട് നാം സ്നേഹിച്ചെങ്കിൽ എന്നേ നമ്മളെ ഇട്ടേച്ചു പോകുമായിരുന്നു. But our Lord will never leave us, never forsake us. That is our unchanging God. അതെ, എന്നാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. അതാണ് അവൻ മാറ്റമില്ലാത്തവനാണ്. So let us not take decisions like that. അതുകൊണ്ട് നാം അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങൾ എത്താതിരിക്കണം. Let us make every effort to come face to face with our Savior. നാം എല്ലാ ശ്രമങ്ങളും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായിട്ട് അഭിമുഖമായിട്ട് ഇരിക്കുന്ന സമയം ഉണ്ടാകുവാനായിട്ട്. Because he is not calling us as servants, he is calling us as friends. അവൻ നമ്മളെ ദാസനെന്നല്ല വിളിക്കുന്നത്, അവൻ നമ്മളെ സ്നേഹിതൻ എന്നാണ്. And the next thing we will turn back to John chapter 15. അതെ, അടുത്ത പോയിന്റ് നോക്കാനായിട്ട് നമുക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാം. We'll turn to verse 14. 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. You are my friends if you do whatsoever I command you. അവിടെ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. A friend of God will obey his commandments. അതെ, ദൈവത്തിന്റെ സ്നേഹിതൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. If you love me, you will obey my commandments. That's what the Lord says. ഇവിടെ ദൈവം പറയുന്നത്, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ. So are we obeying the Lord Jesus Christ? അതെ, കർത്താവിനെ നാം അനുസരിക്കുന്നുണ്ടോ? That is what he really desires from us. അതാണ് അവൻ വാസ്തവമായിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. That let us really obey the commandments of our Lord Jesus Christ. അതുകൊണ്ട് കർത്താവിന്റെ ആ കൽപ്പനകൾ, അവന്റെ ആജ്ഞകൾ നാം അനുസരിക്കണം. Next point we see in Proverbs chapter 22 and verse 11. അടുത്ത പോയിന്റ് നമുക്ക് സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. We read here like this, Proverbs chapter 22 verse 11, नीति वचन 22 का 11. वहाँ इस प्रकार पढ़ते हैं, He that loveth pureness of heart, for the grace of his lips, the king shall be his friend. ഇത് ശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധരലാവണ്യമുണ്ട്, രാജാവ് അവന്റെ സ്നേഹിതൻ. In Hebrews chapter 12 and verse 14 we reminded, without holiness no one can see the Lord. അവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധിയെ കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. Do we really have this desire for holiness in our heart? അതെ, നമുക്ക് ആ ഹൃദയശുദ്ധി അതിനായിട്ട് നാം വാഞ്ചിക്കുന്നുണ്ട്. And this desire for holiness will translate into our external life. ആ വിശുദ്ധിയാണ് നമ്മുടെ പുറമേയുള്ള ജീവിതത്തെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. And that is why the scripture says, for the grace of his lips the king shall be his friend. അവിടെ നമ്മൾ വായിച്ചത്, ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധരലാവണ്യമുണ്ട്, രാജാവ് അവന്റെ സ്നേഹിതൻ. Oh, the king is our friend. അതെ, രാജാവ് നമ്മുടെ സ്നേഹിതനാവും. He desires holiness in our lives. അവൻ നമ്മുടെ
ഹൃദയശുദ്ധിയാണ് ആഗ്രഹിക്കുന്നത്. Let us love holiness. Let us pursue holiness. അതുകൊണ്ട് ആ ഹൃദയശുദ്ധിക്ക് വേണ്ടി അല്ല, ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം നിരന്തരം അതിനു വേണ്ടി ആഗ്രഹിക്കുക. Next, what happens between for those who are friends with Christ? കർത്താവിനോട് സ്നേഹിതനായിരിക്കുന്ന ഒരു വ്യക്തിയിൽ പിന്നെ ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്താണ്? Let's turn to Hebrews chapter 12 and verse 6. എബ്രായ ലേഖനം 12:6 We read here, "For whom the Lord loveth, he chasteneth, and scourgeth every son whom he receiveth." അവിടെ 6 നാം വായിക്കുന്ന, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. The word used here, love, and the word used for friend, they both have the same root word in Greek. ഇവിടെ ആ സ്നേഹം എന്ന് പറയുന്ന ആ കാര്യം, അതിന് ഒരു സെയിം വേർഡ് തന്നെയാണ് ഗ്രീക്കിൽ നമുക്ക്. Philos, we know that, right? That kind of love, agape love, and then we know what filio. That root is used in both places. അതെ, ആ ഫീലിയോ ലവ്, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And we see here that is where a friend of God will receive chastening from the Father. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹിതൻ അവന് കർത്താവിൽ നിന്നുള്ള ശിക്ഷയും അതുകൊണ്ട് ഏറ്റുവാങ്ങുന്നു. He will not be bitter. He or she will not be bitter about it. അതുകൊണ്ട് അവന് കർത്താവിനോട് ഹൃദയം കഠിനമാക്കുന്നില്ല. Yes, he will that son of Christ. हम जब मसीह में हैं, हम जब मसीह के मित्र हैं, जब पिता हमें ताड़ना देता है, तो हमारी भलाई के लिए है. അതെ, ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മളെ അവൻ ശിക്ഷിക്കുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കുന്നു. What a wonderful privilege it is. അതെ, എത്രയോ വലിയൊരു പദവിയാണ് അവൻ നമുക്ക് തന്നിരിക്കുന്നത്. So let us not be afraid of this chastening. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശിക്ഷയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. Let us not be ashamed of that. അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ടതുമായ ആവശ്യമില്ല. But let us remember that it is out of a loving relationship that our Father is chastening us. എന്നാൽ കർത്താവിന്റെ ആ സ്നേഹത്താലാണ് അവൻ എന്നെ ശിക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക്. And for the last point, we will turn to John chapter 15 again. അവസാന പോയിന്റ് നോക്കുവാനായിട്ട് 15-ാം യോഹന്നാൻ, അതിലേക്ക് തന്നെ കടന്നു വരാം. What does a friend of Christ do? അതെ, കർത്താവിന്റെ സ്നേഹിതൻ അവൻ എന്താണ് ചെയ്യുന്നത്? In verse 13 we read, 15:13 "Greater love hath no man than this, that a man lay down his life for his friends." അവിടെ 13 നമ്മൾ വായിക്കുന്ന, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. We read this passage often from the point of view of the Lord Jesus Christ. ഈ ഭാഗം കർത്താവിൻ നമ്മളോട് കാണിച്ച ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നതാണ്. The Lord gave his life for us. അത് കർത്താവ് നമ്മൾക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു. Because he has considered us friends. എന്നാൽ അവൻ നമ്മളെ സ്നേഹിതന്മാരെന്ന് കണ്ടതുകൊണ്ട്. The question before us, അതുകൊണ്ട് നമുക്ക് മുന്നിലുള്ള ചോദ്യം എന്താണ്? हमारे सामने सवाल है, അതെ, നമുക്ക് മുന്നിലുള്ള ചോദ്യം എന്താണ്? are we willing to lay down our life for Christ? അതെ, കർത്താവിന് വേണ്ടി നമ്മളെ ജീവനെ തന്നെ കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകുമോ? The first question comes is, are we willing to lay down our job for Christ? അതെ, ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ജോലി തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് തയ്യാറാണോ? Are we willing to lay down our family for Christ? അതെ, നമ്മുടെ കുടുംബം തന്നെ, നമ്മുടെ സ്വന്തം കുടുംബം തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? Smallest question is, are we willing to lay down our weekend for Christ? അതെ, നമ്മുടെ ആഴ്ചയുടെ അവസാന ദിവസം അതും ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനായിട്ട് നാം കൊടുക്കുവാൻ തയ്യാറാണ്. 60, 70, 80 साल के जीवन में से 1 घंटा मसीह को नहीं दे सकते. അതെ, 60, 70, 80 വർഷത്തെ ജീവിതകാലത്തിൽ ഒരു മണിക്കൂർ പോലും കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. Then how relevant this question is? അങ്ങനെയെങ്കിൽ എത്രമാത്രം ഈ ചോദ്യത്തിന് എത്രമാത്രം പ്രാധാന്യമിരിക്കുന്നു. Yes, Christ laid down his life for us because he considered us friends. അതെ, കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു, അവൻ നമ്മളെ സ്നേഹിതരെന്ന് കാണുന്നു. And he is saying, greater love, there is no greater love when you lay down your life for your friend. അതെ, നമ്മുടെ ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം ഒന്നുമില്ല എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. So what kind of love are we showing to Christ? അതുകൊണ്ട് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എപ്രകാരമാണ് നാം പ്രദർശിപ്പിക്കുന്നത്? There's nothing else that we can give but our own life. അതെ, ഇതിൽ അപ്രകമായിട്ട് നമുക്കൊന്നും കൊടുക്കുവാൻ കഴിയില്ല, നമ്മുടെ ജീവനെ തന്നെ. That will be a small price. അത് തന്നെ ഒരു ചെറിയൊരു പ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. So let us look at Christ our friend. അതുകൊണ്ട് നമ്മുടെ നല്ല സ്നേഹിതനായ കർത്താവിനെ നമുക്ക് നോക്കാം. Let us see how much he has loved us. അതെ, അവൻ സ്നേഹിച്ച ആ സ്നേഹത്തെ നമുക്ക് കാണാം. All the things that happens in the life of a person who is a friend of Christ. അതെ, ഒരു സ്നേഹിതനായ കർത്താവിന്റെ സ്നേഹിതനായ ഒരു ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കാം. That friend will fear God. അതെ, ആ സ്നേഹിതൻ ദൈവത്തെ ഭയപ്പെടും. That friend will not fear man. അവൻ മനുഷ്യനെ ഭയപ്പെടുകയില്ല. The friend will know God's plans.
അവൻ ദൈവത്തിന്റെ പദ്ധതി അറിയും. That friend will speak with God face to face. അവൻ ആ കർത്താവിനോട് അഭിമുഖമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും. That friend will obey his commandments. അതെ, അവന്റെ ആജ്ഞകളൊക്കെ അവൻ അനുസരിക്കും. That friend will pursue holiness. അവൻ വിശുദ്ധിയിലേക്ക് അവനെ തന്നെ നയിക്കും. That friend will receive chastening. ആ സ്നേഹിതൻ തനിക്കുള്ള ശിക്ഷകളൊക്കെ സന്തോഷത്തോടെ അവൻ ഏറ്റുവാങ്ങും. And that friend of Christ is ready to lay down his life. അങ്ങനെയുള്ള സ്നേഹിതൻ തന്റെ ആ ജീവനെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണ്. May these words help us and bless us in the days to come. അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.